ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുകയാണ്. രാഹുൽ, ഈ നെയ്യാറ്റിൻകരയിലെ ശിവക്ഷേത്രം പൂട്ടിച്ചത് SDP ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ചാ വിഷയമായത്. പക്ഷേ അൻസാരി പറയുന്നത് അങ്ങനെയില്ല, SDP ഒരു തീരുമാനവും അതിന് പിന്നിലില്ല എന്നാണ്. രാഹുൽ, ആയതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും SDP മുസ്ലിം സമൂഹത്തിന് കൂടുതൽ അല്ലെങ്കിൽ ആ സമുദായത്തിൽ കൂടുതലായി വർക്ക് ചെയ്ത പാർട്ടിയാണ്. മുസ്ലിം ലീഗാണ് ഏറ്റവും പ്രാധാന്യമുള്ള പാർട്ടി എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഇസ്ലാമിസ്റ്റ് ലൈൻ എടുക്കുന്ന ഒരു പാർട്ടിയാണ് SDP. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും കൂടെ അനുബന്ധമാണ്. നമുക്കെല്ലാം അറിയാം, ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അമ്പലം പോലുള്ള വിഷയങ്ങളിൽ അവർ ഒരു കാരണവശാലും ഇടപെടരുത്. തിരിച്ച് ഇതേപോലെ തന്നെ ഒരു പള്ളി പോലുള്ള വിഷയങ്ങളിൽ ഒരു തീവ്ര ഹിന്ദുത്വയോ അല്ലെങ്കിൽ തിരിച്ച് ക്രിസ്ത്യാനി കാര്യം, നമ്മുടെ സമൂഹത്തിൽ മതസൗഹാർദ്ദം ആവശ്യമാണ്. സാമുദായിക സ്പർദ്ധ ഉണ്ടാകരുത്. പരസ്പര യോജിപ്പും ഐക്യവും വേണം. അവർ ഇടപെട്ടില്ലെങ്കിൽ നല്ല കാര്യം. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ തീവ്ര ഇസ്ലാമിസ്റ്റ് ലൈൻ എടുക്കുന്ന ഒരു അമ്പലത്തിന്റെ വിഷയം ഇടപെട്ടെന്ന് വരുമ്പോൾ മറുഭാഗത്തു നിന്ന് ശക്തമായ റിയാക്ഷൻ ഉണ്ടാവും. അതിനാരെങ്കിലും ചാപ്പ കുത്തിയിട്ട് കാര്യമില്ല. ഈ ചാപ്പ കുത്തലും ചാപ്പയടിക്കലിനും അപ്പുറം, അതായത് സഹോദര സമുദായങ്ങളോട് ഇടപെടുമ്പോൾ ഈ മോഡറേറ്റ്സോ മധ്യവർത്തി നയങ്ങളോ ഉള്ളവർ മാത്രമേ ഇടപെടാവൂ. ഇപ്പം കുഞ്ഞാലിക്കുട്ടി സാറോ തങ്ങൾ അദ്ദേഹമോ ഇടപെട്ടാലോ അല്ലെങ്കിൽ തങ്ങൾ കുടുംബം ഇടപെട്ടാൽ ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. കാര്യം അവരെന്നും മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്നവരാ. പക്ഷേ SDP ഒരുപാട് അങ്ങനെ വിമർശനങ്ങളും മറ്റും വന്നിട്ടുണ്ട്. തിരിച്ചിതേപോലെ തന്നെ തീവ്ര ഹിന്ദുത്വ ലൈൻ എടുക്കുന്ന ആൾ നാളെ ഒരു മുസ്ലിം പള്ളിയുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നിലപാടെടുത്ത് വരികയാണെങ്കിൽ അത് അനാവശ്യമായി സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കും. അതുകൊണ്ട് മിതത്വം പാലിക്കേണ്ട, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം വിഷയങ്ങളിൽ മിതത്വം പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. പക്ഷേ SDP വാദങ്ങൾക്ക് ചെവി കൊടുക്കുന്നു, അധികൃതർ അത് ഉടൻ തന്നെ പൂട്ടുന്നു. അതെ, അതാണ് പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു ഗാന്ധിയൻ ഹിന്ദുവാണ്, ഞാൻ മിതവാദിയാണ്. പക്ഷെ നാളെ ഏതെങ്കിലും ഒരു ഇസ്ലാമിസ്റ്റ് ലൈൻ എടുക്കുന്ന, ഇസ്ലാമിക് അല്ല, ഇസ്ലാമിക് പരിശുദ്ധമാണ്, ഇസ്ലാമിസ്റ്റ് ആണ് തീവ്രം, പക്ഷെ ഇസ്ലാമിസ്റ്റ് ലൈൻ എടുക്കുന്ന ഒരാൾ അമ്പലം പൂട്ടു എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലെ ഹിന്ദുവിന്റെ വികാരം ഉണരും. അത് സ്വാഭാവികമല്ലേ? അതെന്താ അവർ പറഞ്ഞിട്ട് നമ്മുടെ അമ്പലം പൂട്ടിയോന്ന്? അപ്പൊ അത്തരം കാര്യങ്ങളിൽ കഴിയുന്നതും ഈ എന്താ പറയുക, മുഖ്യധാരയിൽ നിൽക്കാത്തവർ, മുഖ്യധാരയെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പാർട്ടിയും എന്താ പറയുക മുഖ്യധാരയിൽ നിൽക്കുകയും മിതവാദം എടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാ. ഇപ്പൊ നാളെ കുഞ്ഞാലിക്കുട്ടി സാർ ഒരു വിഷയം റേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആദരണീയനായ തങ്ങൾ റേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്ന ശ്രീധരൻപിള്ള സാർ റേസ് ചെയ്യുന്നു, ശശി തരൂർ സാർ റേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ആരാ സുരേഷ് ഗോപി റേസ് ചെയ്യുന്നു. ഇതൊക്കെ പൊതുസമ്മതിയും മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ സംശയത്തിന്റെ നിലയിൽ നിൽക്കുകയോ, ഇപ്പം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ബാൻഡ് ആണല്ലോ, നമുക്കെല്ലാം അറിയാം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ബാൻഡ് ഓർഗനൈസേഷനാണ്, അവരുമായിട്ടും കൂടി ബന്ധമുള്ളതാണ് SDP. അപ്പൊ അങ്ങനെയുള്ളവർ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല കാര്യം. പക്ഷേ കഴിയുന്നത്ര ഇടപെടരുത്. നമ്മുടെ സമൂഹത്തിൽ സമുദായ സൗഹാർദ്ദം, മതസൗഹാർദ്ദം ഉയർത്തിക്കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മഹാത്മാഗാന്ധി 1947 പറയുന്ന ഏക കാര്യം ഇതാണ്, നമുക്ക് ഹിന്ദു മുസ്ലിം ഐക്യം വേണം. കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളും അന്ന് ഉള്ള രാജ്യം ഇന്ത്യ ആയിരുന്നു. അപ്പം ഒരു ബാലൻസിൽ ഇത് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ശരി, ഒരു ബാലൻസ് വേണം ഇക്കാര്യത്തിൽ എന്നാണ് SDP അദ്ദേഹം പിന്തുണയ്ക്കുന്നു.